സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്താൻ പ്രധാന കാരണം ലോകരാജ്യങ്ങൾ സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണ്. എല്ലാ രാജ്യങ്ങളും അവരുടെ കേന്ദ്ര ബാങ്ക് വഴിയാണ് വൻതോതിൽ സ്വർണം വാങ്ങുന്നത്. ഇത്തരത്തിൽ വാങ്ങുന്നത് തന്നെ പ്രതിസന്ധി കാലത്ത് ഉപയോഗിക്കാമെന്ന് കരുതിയാണ്. മാത്രമല്ല, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കലും ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങി ശേഖരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കൂടാതെ ചൈന, പോളണ്ട്, തുർക്കി എന്നിവയും അവരുടെ കേന്ദ്ര ബാങ്കുകൾ വഴി വ്യാപകമായി സ്വർണം വാങ്ങിവെച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്കയാണ്. അലാസ്ക പോലുള്ള പ്രദേശങ്ങളിൽ വൻതോതിൽ സ്വർണ്ണ ഖനനം നടന്നിരുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ മറ്റൊരു രാജ്യമുണ്ട്, യഥേഷ്ടം സ്വർണ്ണ ഖനികളുള്ള രാജ്യം. ഓരോ വർഷം 50 ടൺ സ്വർണം ഇവിടെ ഖനനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർ ഒരു തരി സ്വർണം പോലും സൂക്ഷിച്ചു വെക്കുന്നില്ല. എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയാണ് ചെയ്യാറ്. ഒരു കാലത്ത് പ്രതാപികളായിരുന്ന ഇവിടെയുള്ളവർ ഇന്ന് 3 നേരം ഭക്ഷണത്തിന് പ്രയാസപ്പെടുകയാണ്. ആഫ്രിക്കൻ രാജ്യമായ മാലിയാണത്. 860 സ്വർണ്ണ ഖനികളാണ് മാലിയിലുള്ളത്. എന്നിട്ടും മാലിയുടെ കേന്ദ്ര ബാങ്കിൽ സ്വർണം സൂക്ഷിക്കുന്നില്ല. ഒരു കാലത്ത് ആഫ്രിക്കയിലെ ഏറ്റവും സമ്പത്തുള്ള രാജ്യമായിരുന്നു മാലി. സ്വർണം കൊണ്ട് കളിപ്പാട്ടമുണ്ടാക്കിയ ഭരണാധികാരികളും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തെ 47 അവികസിത രാജ്യങ്ങളിൽ മാലിയുമുണ്ട്. സമ്പന്നരായ ഭരണാധികാരികളിൽ ചരിത്രം എണ്ണി പറയുന്നവരുടെ കൂട്ടത്തിലുള്ള പേരാണ് മൻസ മൂസയുടേത്. $415 ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന ഭരണാധികാരി. 1280 ജനിച്ച ഇദ്ദേഹം 1312 മാലിയുടെ ഭരണം ഏറ്റെടുത്തത്. ഇന്നത്തെ മൗറിത്താനിയ, സൈനഗൽ, ഗാംബിയ, ഗിനിയ, ബുർക്കിന ഫാസോ, മാലി, ചാഡ്, നൈജീരിയ എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. പണ്ടുമുതലേ സ്വർണ്ണശേഖരത്തിൽ പേരുകെട്ട നാടാണ് മാലി. സ്വർണം, ചെമ്പ് ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ മാലിയുടെ മണ്ണിനടിയിൽ ഏറെയുണ്ട്. തിംബുക്തു, ഗാവു തുടങ്ങിയ നഗരങ്ങളെല്ലാം ലോക ശ്രദ്ധാ കേന്ദ്രമാക്കിയത് മൻസ മൂസയുടെ കാലത്താണ്. ഇവിടെ കൂറ്റൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പണ്ഡിതന്മാരെ മാലിയിൽ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ വിപ്ലവത്തിന് ശ്രമിച്ചിരുന്നു. പശ്ചിമേഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് ശില്പികളെ കൊണ്ടുവന്ന് വിശാലമായ നഗരങ്ങൾ മാലിയിൽ മൻസ മൂസ സ്ഥാപിച്ചു. വാണിജ്യ കേന്ദ്രങ്ങളും കലാലയങ്ങളുമായിരുന്നു മൻസ മൂസ ഒരുക്കിയതിൽ മിക്കതും. ഉപ്പ്, സ്വർണം, ആനക്കൊമ്പ് എന്നിവയെല്ലാം വ്യാപാരം നടത്തിയാണ് മാലി അക്കാലത്ത് വരുമാനം കണ്ടെത്തിയിരുന്നത്. ഭരണമേറ്റ് 12 വർഷം കഴിഞ്ഞപ്പോൾ മക്കയിലേക്ക് ഹജ്ജിന് പോയ മൻസ മൂസയുടെ കൂടെ വൻ പടയും ഉണ്ടായിരുന്നു. ഒട്ടകങ്ങളും ആയിരക്കണക്കിന് ആളുകളും അടങ്ങുന്ന വൻ സംഘമായിട്ടായിരുന്നു യാത്ര. ഇവരുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം കുറഞ്ഞ വിലയ്ക്ക് ഈജിപ്തിൽ വിറ്റുവെന്നും എല്ലാവരുടെയും കൈവശം സ്വർണം എത്തിയതോടെ ഈജിപ്ത് കുറച്ചുകാലം സാമ്പത്തിക അസ്ഥിരതയിലായി എന്നും ചരിത്രമുണ്ട്. മൻസ മൂസയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകന് പക്ഷെ രാജഭരണം മികച്ച രീതിയിൽ കൊണ്ടുപോകാനായില്ല. ഇതോടെ പല മേഖലയിലും ചെറു സംഘങ്ങൾ ശക്തിപ്പെടുകയും കൊച്ചു രാജ്യങ്ങളായി മാറുകയും ചെയ്തു. ഇന്ന് ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് മാലി. ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ കിട്ടാത്ത രാജ്യം.